എന്താണ് നേച്ചുറോപ്പതി അഥവാ പ്രകൃതി ചികിത്സ എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന പദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ ചികിത്സയ്ക്ക് കാരണമാകുന്നത് പ്രകൃതിയാണ് എന്നുള്ളത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എന്താ പ്രകൃതി? നേച്ചർ എന്ന് പറയുന്നത് ഭൂമി, മണ്ണ്, സൂര്യൻ, കാറ്റ്, വെയിൽ, മരങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി. എന്നാൽ ഈ പ്രകൃതിയിലെ ബാഹ്യവസ്തുക്കൾ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കളെ പ്രകൃതിയിൽ നിന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രോഗചികിത്സ നടത്തുക എന്നുള്ളതല്ല വാസ്തവത്തിൽ പ്രകൃതി ചികിത്സ എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. സാധാരണ അങ്ങനെയുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട്. കാരണം പ്രകൃതി ചികിത്സയിൽ സൂര്യപ്രകാശം കൊള്ളണമെന്ന് പറയുന്നുണ്ട്, നല്ല ആഹാരം കഴിക്കണം എന്ന് പറയുന്നുണ്ട്, ശുദ്ധജലത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ജലചികിത്സകളെക്കുറിച്ച് പറയുന്നുണ്ട്, മണ്ണൊക്കെ ഉപയോഗിച്ച് മഡ് തെറാപ്പി പറയുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ ശുദ്ധവായു, സൂര്യപ്രകാശം, ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് കൊണ്ട് ഈ ബാഹ്യ പ്രപഞ്ചമാണ് അല്ലെങ്കിൽ ബാഹ്യപ്രകൃതിയാണ് നമ്മുടെ ശരീരത്തിൽ ചികിത്സ നടപ്പിലാക്കുന്നത് എന്ന തോന്നലിലേക്ക് വാസ്തവത്തിൽ നമ്മൾ വന്നു വിട്ടിട്ടുണ്ട്. എന്നാൽ ആ പ്രകൃതിയല്ല പ്രകൃതി ചികിത്സയിലെ പ്രകൃതി എന്നുള്ളതാണ് വാസ്തവം. പ്രകൃതി ചികിത്സയിലെ പ്രകൃതി എന്ന് പറയുന്നതിൽ ഈ ബാഹ്യപ്രകൃതി ഇല്ല. മണ്ണും വെള്ളവും മരങ്ങളും വെളിച്ചവും സൂര്യപ്രകാശവും അല്ല പ്രകൃതി ചികിത്സയിലത്തെ പ്രകൃതി. ആ പ്രകൃതി എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവന് കാരണമായിരിക്കുന്ന ഒരു സൂക്ഷ്മ പ്രകൃതി. അത് വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യൽ, വാക്കുകളായിട്ട് എക്സ്പ്രസ് ചെയ്യൽ വളരെ ശ്രമകരമാണ്, അത് തത്വപരമാണ്, അതിസൂക്ഷ്മമാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. നമ്മൾ ഓരോരുത്തരും ജീവനുള്ളവരാണ്. ആ ജീവന് കാരണമായിരിക്കുന്ന ഒന്ന് നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. ഇത്രയും നമുക്കറിയാം. ആ ഒന്നാണ് ഈ ശരീരമുണ്ടാക്കുന്നത്, ഈ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയില്ലേ, ബ്രെയിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പം ഞാൻ കൈ അനക്കുന്നു, ഒരു ചൂടുവെള്ളത്തിൽ തൊട്ടാൽ കൈ വലിക്കുന്നു, ഇതൊക്കെ നിർദ്ദേശങ്ങൾ, മെസ്സേജസൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്, റിഫ്ലെക്സ് ആക്ഷനും എല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ നിയന്ത്രണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബ്രെയിനിനൊരു പ്രവർത്തനമില്ലേ? ബ്രെയിനിനെ പ്രവർത്തിപ്പിക്കാൻ, ബ്രെയിനിന് നിർദ്ദേശം കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ആ നിർദ്ദേശം കൊടുക്കുന്ന ഒരു പക്ഷേ നമ്മുടെ ബ്രെയിനിൻ്റെ അപ്പുറത്തേക്ക് ഒരു മൈൻഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്കുണ്ട്. നമ്മുടെ സങ്കല്പം മാത്രമല്ല, ഒരു മനസ്സ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ മനസ്സിൻ്റെയും പല പല ഭാഗങ്ങളൊക്കെ, പല പല മുറികളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്, ഉപബോധ മനസ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇനി അബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ സകല ചിന്തകളുടെയും സ്റ്റോറേജ് ഉള്ളതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ എവിടെ ഏത് വിധേന സ്റ്റോറായി വയ്ക്കുന്നു എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞൂടെ. എന്തായാലും ഇതിനെല്ലാറ്റിനും കാരണമായിരിക്കുന്ന ഒരു ജീവൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതൊക്കെ ജീവനുള്ള ശരീരത്തിലല്ലേ നടക്കുന്നുള്ളൂ. ഈ ജീവനും കാരണമായിരിക്കുന്ന ഒരു ജീവശക്തി, അതിനെയാണ് പ്രകൃതി ചികിത്സയിൽ പ്രകൃതി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ചിന്ത കൊണ്ട് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് എത്തൽ കുറച്ച് ശ്രമകരമായിരിക്കും. എന്നാലും ഇത് മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോൾ ഇവിടെ പലരും പ്രകൃതി ചികിത്സ ചെയ്യുന്ന പലരും ഇന്നലെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചോദിക്കുകയുണ്ടായി, ശുദ്ധജലം കുടിച്ച് ഉപവസിക്കുകയാണ്, പക്ഷെ ഉപവസിച്ചിട്ടും എന്താ ക്ഷീണം വരാത്തത്? ഭക്ഷണം ചെല്ലുന്നില്ലല്ലോ. ഈ കുടിക്കുന്ന കൂജയിലെ വെള്ളത്തിൽ എന്തെങ്കിലും കലക്കുന്നുണ്ടോ? അല്ലാതെ എങ്ങനെയാണ് ഇത്രയും എനർജറ്റിക്കായിട്ട് ഫാസ്റ്റിങ്ങിൽ നിൽക്കാൻ പറ്റുന്നത്? അപ്പോൾ എന്തോ ഒന്ന് നമ്മളിലേക്ക് ബാഹ്യമായിട്ടുള്ള ഒന്ന് വരണം, നമുക്ക് ഊർജ്ജമുണ്ടാവാൻ, ഉന്മേഷമുണ്ടാവാൻ, ആരോഗ്യമുണ്ടാവാൻ, രോഗം മാറാൻ എന്ന ഒന്ന് നമ്മുടെ തലയിൽ ഉറച്ചു പോയിരിക്കുന്നു. പുറമെ നിന്നുള്ള സപ്പോർട്ടുകൾക്ക് നമ്മെ സംരക്ഷിക്കാനാവൂ, നമ്മെ രക്ഷിക്കാനാവൂ എന്നുള്ളൊരു തോന്നൽ, ആ ചിന്തയിൽ പറ്റിയിട്ടുള്ളൊരു എററാണ്, ഒരു പിഴവാണ്. പുറമെ നിന്ന് ആരെങ്കിലും വരണം എന്നെ രക്ഷിക്കാൻ എന്നുള്ളത്. എന്നാൽ ഇവിടെ നേരെ തിരിയാണ്. പുറമെ നിന്നുള്ള ഒന്നിനും നമ്മെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ എല്ലാ ആരോഗ്യവും ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചികിത്സയ്ക്കും കയറി വരാനായിട്ട് സാധിക്കില്ല. പക്ഷേ ജീവനുള്ളിടത്തോളം നമ്മുടെ ഉള്ളിൽ ജീവന് കാരണമായിരിക്കുന്ന ഒന്നിന്, ആ ഒരു ജീവശക്തിക്ക് സാധിക്കും. കാരണം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഡാമേജുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദാഹിക്കുന്നു, ആ ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. അപ്പം അതിന് പറ്റിയൊരു സൗകര്യമുള്ള സമയമല്ല. അപ്പോൾ ഒരു 3-4 മണിക്കൂർ വെള്ളം കുടിക്കാതെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് എന്തോരം ഡാമേജ് ആ ശരീരത്തിൽ സംഭവിക്കും.
എന്നാൽ ആ ഡാമേജ് സംഭവിച്ചു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ലക്ഷണം നമുക്ക് അനുഭവത്തിൽ വരുന്നുണ്ടോ? സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ഡാമേജിൽ നമ്മൾ പെട്ടുപോകുന്നില്ല. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴേക്കും ആ ഡാമേജ് ശരീരം റിപ്പയർ ചെയ്തു. അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളെ ശരീരം പ്രിപ്പയർ ചെയ്തു. ഏത് തരത്തിലും ഇപ്പോൾ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, ഒരു മുള്ള് തറച്ചു. ഒരു മുള്ള് തറച്ചാൽ നമ്മൾ ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, മുള്ള് തറച്ചു എന്നുള്ളത് കണ്ടെത്തിയാൽ നമ്മൾ എടുത്തു കളയും. നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലോ നമ്മുടെ ശരീരത്തിലെ ഈ പറയുന്ന സൂക്ഷ്മ പ്രകൃതി വെറുതെ ഇരിക്കുന്നില്ല. കാരണം അതൊരു പെർഫെക്ഷനിസ്റ്റാണ്. നമ്മുടെ ശരീരത്തിൽ അരുതാത്തതായി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവിടെ ഇപ്പോൾ ഒരു കറക്ഷൻ നടത്താനായിട്ട് ഈ ഒരു പ്രകൃതി ചികിത്സ ശരീരം അവിടെ ഓണാക്കും. പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സ്വയം ചികിത്സയാണ്. ഇപ്പോൾ ഈ മുള്ള് തറച്ചത് നമ്മൾ എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഏത് വിധേനയാണ് ശരീരം ഇതിനെ റിമൂവ് ചെയ്യാൻ പോകുന്നത്? ശരീരം എന്ത് ചെയ്യും? ആ മുള്ള് തറച്ചു, നമുക്ക് എടുത്തു കളയാൻ സാധിച്ചിട്ടില്ല, നമ്മളത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ മുള്ള് തറച്ച ഭാഗത്തിന് ചുറ്റുമുള്ള എങ്ങനെയെങ്കിലും ഇതിന് പുറന്തള്ളണ്ടേ? അവിടെ കയ്യും കാലും ഉപയോഗിച്ചിട്ടല്ലോ ഉപകരണം ഉപയോഗിച്ച് പുറന്തള്ളാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ മുള്ള് തറച്ച ഭാഗത്തിന് ചുറ്റുമുള്ള നമ്മുടെ ശരീരത്തിലെ സ്വന്തം കോശങ്ങളെ ഇത് നശിപ്പിക്കും. ഈ ശരീരം തന്നെയാണ് ഇത് ചെയ്യുന്നത്. ശരീരത്തിലെ ഈ ഒരു ജീവന് കാരണമായിരിക്കുന്ന ഈ ഒരു ഫോഴ്സ്, സകലതിനെ നിയന്ത്രിക്കുന്ന ഈ ഒരു ഫോഴ്സ് തന്നെയാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മുള്ളിന് ചുറ്റുമുള്ള ശരീരകോശങ്ങളെയൊക്കെ നശിപ്പിക്കും. അങ്ങനെ ഡെഡായിട്ടുള്ള കോശങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? പഴുപ്പ്. പഴുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ് അല്ലേ? പക്ഷേ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് ചുറ്റുമുള്ള കോശങ്ങളെ നശിപ്പിച്ചിട്ട് വേണം ഈ മുള്ളിന് അവിടെ നിന്ന് നീങ്ങാൻ, അനങ്ങാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കാൻ. അങ്ങനെ അവിടെയുള്ളതിനൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ മുള്ളിനെ ശരീരം തന്നെ തള്ളി 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 കൊണ്ടുവരികയായി. ആ മുള്ളു പോയി കഴിഞ്ഞാലോ ബാക്കിയുള്ള ഈ പസ്സിനെ ശരീരം തന്നെ ഇല്ലാതെയാക്കി. എത്രത്തോളം ആഴത്തിൽ മുള്ള് തറച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഭാഗത്തെ കോശങ്ങളെ ശരീരത്തിന് കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. ആ ഭാഗത്തെല്ലാം പുതിയ കോശങ്ങളെ നിറച്ച് 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 ആ ഭാഗം കൊണ്ട് ഫില്ലാക്കി അവിടെ മുള്ള് തറച്ചതിൻ്റെ ഒരു പാടുപോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഇത്രയും ഗ്യാപ്പിൽ ആ ഒരു പസ് എത്രത്തോളം ഫോം ആയിട്ടുണ്ടായിരുന്നു അത്രയും ഭാഗത്തെ സെല്ലുകളെല്ലാം പുതിയതായി വന്ന് അവിടെ ഒരു നോർമൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ടാക്കി മാറ്റും. ഒരു കൈ ഒടിഞ്ഞു, എല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എല്ലൊടിഞ്ഞ് നമ്മൾ കൃത്യം പൊസിഷനിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ ശരീരം തന്നെ ഒരു പശ രൂപം കൊള്ളിക്കുന്നുണ്ട്. ഒരു പശയെ ശരീരം തന്നെ ഉണ്ടാക്കി ആ എല്ലിനിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കുറച്ച് സമയം കൊണ്ട്, ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് എക്സ്റേ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 ആഴ്ച കൊണ്ടാണല്ലോ സാധാരണഗതിയിൽ ഒരു നോർമൽ എല്ല് കൂടൽ നടക്കുന്നു എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് എക്സ്റേ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ 2 എല്ലും കൂടിയിട്ടുള്ളതിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, കൂടേണ്ട ആ ഭാഗത്ത് ഒരു എക്സ്ട്രാ പ്രൊജക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും എക്സ്റേയിൽ. എന്താ പ്രൊജക്ഷൻ? ഈ എല്ലിനെ യോജിപ്പിക്കാനായിട്ട്, പൊട്ടി എല്ലിനെ യോജിപ്പിക്കാനായിട്ട് ശരീരം എന്തോ ഒരു പശ ഉപയോഗിക്കുന്നത്, ശരീരം തന്നെ നിർമ്മിക്കുന്നതാണ്. എന്നിട്ട് അത് എല്ലിനെ മുഴുവൻ യോജിപ്പിച്ചതിന് ശേഷം എക്സസ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ പശയെ ശരീരം വിസർജിക്കുന്നു. അതിനുശേഷം 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴും അവിടെ ഒരു പെർഫെക്റ്റ് ബോൺ, അവിടെ പൊട്ടലിൻ്റെ ഒരു പോറൽ പോലും ഒരു പാട് പോലും ഇല്ലാതെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ല് നമുക്ക് കിട്ടും. അപ്പോൾ ഈ വിധം ശരീരം ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അപ്പോൾ ശരീരം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കയ്യും കാലും പെർഫെക്ഷനിസ്റ്റ് എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ശരീരത്തിലെ ജീവന് കാരണമായിരിക്കുന്ന നമ്മുടെ ഉള്ളിലൊരു എനർജി ഉണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമ്മുടെ ഉള്ളിലൊരു എനർജി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഭക്ഷണം കഴിച്ചിട്ടുള്ളൊരു എനർജി മാത്രമല്ലല്ലോ, അല്ലെങ്കിലും നമുക്കൊരു എനർജി ഇല്ലേ? നമ്മുടെ ഉള്ളിലൊരു എനർജി ഇരിക്കുന്നുണ്ട്. അതിനാണ് ജീവന് കാരണമായിട്ടുള്ളൊരു എനർജി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല സമയങ്ങളിലും ഈ എനർജിയെ നമ്മൾ അമിതമായിട്ട് ദുരുപയോഗം ചെയ്യും. ഇപ്പോൾ സാധാരണ പറയുന്നൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമുക്കിപ്പോൾ 1 വർഷത്തേക്കുള്ള നെല്ല് കിട്ടിയെന്ന് കരുതുക. 1 വർഷത്തേക്കുള്ള നെല്ല് ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം എങ്ങനെ കഴിച്ച് തീർക്കാനാ? അപ്പോൾ നമ്മൾ ഇത്തിരി ധാരാളിത്തം കാണിക്കും, ഇത്തിരി ലാവിഷാവും. അപ്പോൾ കുറേയധികം അതൊക്കെ അരിയൊക്കെ ആക്കിയതിന് ശേഷം നിറയെ ഉപയോഗിക്കുന്നു, കുറേ വേസ്റ്റാക്കുന്നു, കുറേയധികം വിരുന്നുകാരൊക്കെ വിളിച്ചു കൂട്ടി നമുക്ക് സദ്യ നടത്താം. ഇങ്ങനെ വളരെയധികം ഉപയോഗിച്ച് എന്ത് സംഭവിക്കും? ശരിക്കും 1 വർഷത്തേക്ക് നമുക്ക് കൃത്യം ഉപയോഗിക്കാനുള്ള അരി അതുള്ളൂ. പക്ഷെ ഒരുമിച്ച് ഒരുപാട് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരിക്കലും അവസാനിക്കില്ല എന്ന്. അപ്പോൾ അമിതമായിട്ട് ഉപയോഗിക്കും. അമിതമായിട്ട് ഉപയോഗിച്ചാൽ 12 മാസം കൊണ്ട് തീരേണ്ട അരി 3 മാസം ആകുമ്പോഴേക്കും 3/4 ഭാഗം തീർന്നു എന്ന അവസ്ഥയിലെത്തും. അപ്പോൾ ബാക്കി കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ള 1/4 ഭാഗം വെച്ചുകൊണ്ട് നമുക്കിനി 8 മാസം ഓടണം.
അവിടെ ബുദ്ധിമുട്ട് വരും. അവിടെ എന്താ സംഭവിക്കുക, അവിടെ നമ്മളിങ്ങനെ അരിഷ്ടിച്ച് ജീവിക്കേണ്ടതായിട്ട് വരും. കുറച്ച് ഒരു നേരം മാത്രം ഭക്ഷണമാക്കി അല്ലെ കുറേ വെള്ളത്തോട് കൂടിയിട്ടുള്ള കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വേണം ആ ഒരു വർഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അവിടെ നമുക്ക് ഭയങ്കര പരിമിതി വന്നു. ഇതുപോലെ മനസ്സിലാക്കണം നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രാണോർജത്തിൻ്റെ ഉപയോഗം. നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇപ്പോൾ 20-കൾ 30-കൾ 40-കൾ എന്ന് പറയുന്ന നല്ല ആരോഗ്യമുള്ള പ്രായത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല ഈ എനർജി എന്തെങ്കിലും കുറയുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയോ എത്ര വേണമെങ്കിലും നമ്മൾ രാത്രി മുഴുവൻ ഇരുന്ന് പണിയെടുക്കും. നമുക്ക് കഴിക്കാൻ തോന്നുന്നതെല്ലാം നമ്മൾ കഴിക്കും. എത്ര വേണമെങ്കിലും നമ്മൾ ടെൻഷൻ അടിച്ചോളൂ. കാരണം എന്ത് ചെയ്താലും നമുക്ക് പ്രത്യേകിച്ച് ഒരു വിഷമം ഒരു ഇഫക്റ്റും തോന്നുന്നൊന്നുമില്ല. എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ചെറിയൊരു ഗ്യാസ് വന്നു, അതെന്തെങ്കിലും കഴിച്ചാൽ അത് മാറി, അത്രേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഇത് ഓരോന്നിനും എത്രത്തോളം പ്രാണോർജമാണ് അമിതമായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല. കാരണം നമ്മളൊരു അക്ഷയപാത്രം പോലെ ഇങ്ങനെ കാണില്ലേ, എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും വീണ്ടും നമ്മൾ ഉന്മേഷത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധികം ജോലി കായികമായിട്ടുള്ള അധ്വാനമാണെങ്കിൽ പോലും ഇപ്പോൾ വെയിറ്റൊക്കെ എടുക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് എൻ്റെ ഭാരം കൊണ്ട് എൻ്റെ കരുത്തുകൊണ്ട് ഇത്ര വെയിറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ എന്നാലും ഈ ചെറുപ്പകാലത്ത് ഞാനിതൊക്കെ ചെയ്യേണ്ടത് തന്നെയല്ലേ, ഇവരുടെ കൂട്ടത്തിൽ ഞാനല്ലേ കൂടുതൽ അധ്വാനിക്കേണ്ടത് എന്ന തരത്തിൽ നമുക്കൊരു തോന്നലുണ്ട്. നമ്മളെല്ലാവരും ഒരു സൂപ്പർ പവറുള്ളവരാണ്. ഒരിക്കലും ഈ ഊർജം കുറയില്ല, ആരോഗ്യം കുറയില്ല എന്നെപ്പോൾ നമുക്ക് തോന്നും ആരോഗ്യമുണ്ട കാലത്ത്. അതുകൊണ്ട് തന്നെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ നമ്മൾ ഈ പ്രാണോർജത്തെ അമിതമായിട്ട് ദുർവിനിയോഗം ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, നേരത്തെ പറഞ്ഞ ഒരു വർഷത്തേക്കുള്ള നെല്ല് 3 മാസം കൊണ്ട് നമ്മൾ 3/4 ഭാഗം തീർത്തതുപോലെ ഇപ്പോൾ ജീവിതം ഇപ്പോൾ 100 വയസ്സ് വരെയുള്ള പ്രാണോർജം നമ്മളിലുണ്ടെങ്കിൽ ഒരു 30-35 ആകുമ്പോഴേക്കും ശരീരം കുറേശ്ശെ അറിയിപ്പ് തന്നു തുടങ്ങും. പ്രാണോർജം കുറഞ്ഞ് എങ്ങനെയൊക്കെ അറിയിപ്പ് തുടങ്ങും, ചെറിയ വേദനകൾ വരുത്തി, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ എന്ന് പറയാവുന്ന BP അല്പം കാണിച്ചു, ഷുഗർ കുറച്ച് കാണിച്ചു, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത വിധം നമ്മളെ ബാധിക്കുന്നു എന്ന തരത്തിൽ കാണിച്ചു, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, സ്ഥിരമായിട്ട് ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നു. ഉറക്കം നമ്മൾ മുൻപൊക്കെ എത്ര ലേറ്റായി കിടന്നാലും കിടന്നാൽ അപ്പോൾ ഉറങ്ങിപ്പോകുമായിരുന്നു. പിന്നെ ആ ഉറക്കം നമ്മൾ വിചാരിച്ച സമയത്ത് കിട്ടാതെ വന്നു തുടങ്ങി. ഇങ്ങനെ കുറേശ്ശെ ശരീരം പറഞ്ഞു തുടങ്ങി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കുന്നു. അല്ലെ, കഴുത്തിന് വേദന വന്നു തുടങ്ങി, നടുവിന് വേദന വന്നു തുടങ്ങി, കാൽമുട്ടിന് വേദന തുടങ്ങി. ഇങ്ങനെ ശരീരം നമ്മളെ അങ്ങോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്തിനാണ് ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ആർക്കും ഇഷ്ടമില്ല അല്ലേ. മുട്ടുവേദന വന്നിരിക്കാൻ ആർക്കെങ്കിലും സുഖമുണ്ടോ? കഴുത്തുവേദന വന്നിട്ടിരിക്കാൻ ആർക്കെങ്കിലും സുഖമുണ്ടോ? ഒരു തരത്തിലും നമുക്കിതൊന്നും ഇഷ്ടമല്ല. പക്ഷേ എന്നിട്ടും ശരീരം എന്തുകൊണ്ട് നമുക്കിഷ്ടമല്ലാത്തൊരു പ്രവൃത്തി ചെയ്യുന്നു? സോ ഡെയിലി ഹോട്ടൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാളുടെ വയറ് ഒരു പ്രത്യേക സമയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, വയറിൽ ഇതൊന്നും ശരിയാവുന്നില്ല, എന്തെങ്കിലും മോശമായിട്ടുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വയറിന് വേദന വരുന്നു, അല്ലെങ്കിൽ ഗ്യാസ് വരുന്നു, അല്ലെങ്കിൽ നെഞ്ചത്ത് വിമ്മിഷ്ടം വരുന്നു, തലവേദന വരുന്നു, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ തുടങ്ങുന്നു എന്ന് കരുതുക. എന്തിനായിരിക്കും ഇത് കാണിക്കുന്നത്? ഇത്രയും നാൾ കഴിക്കുമ്പോഴൊന്നും കുഴപ്പമുണ്ടായില്ല, അത് ഇപ്പോൾ ഒരു മാസമായിട്ടേ ഉള്ളൂ ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ശരീരം ക്ഷമിച്ചു കാത്തിരുന്നു. വളരെയധികം സഹനത്തിൻ്റെ തലത്തിൽ കുറേ നാൾ ശരീരം പോയി. പിന്നെ ശരീരത്തിന് മനസ്സിലായി ഇനിയും സഹനത്തിൽ കാത്തിരുന്നു കഴിഞ്ഞാൽ ആയുസ് തീരും. കാരണം ഓരോ തെറ്റ് നമ്മൾ ശരീരത്തിനോട് ചെയ്യുമ്പോഴും ആ തെറ്റ് കാര്യമായിട്ട് നമ്മളെ ബാധിക്കാതിരിക്കാൻ, നമുക്ക് അസ്വസ്ഥത വരാതിരിക്കാൻ വേണ്ടി വലിയ എനർജി ചെലവഴിച്ചിട്ടാണ് ശരീരം ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കി കൊണ്ടുപോകുന്നത്. പക്ഷേ നമുക്കിത് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു രാത്രി നമ്മൾ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ തലയ്ക്കൊരു കനമുണ്ട്, കണ്ണിനൊരു ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഫ്രഷ് അല്ല, മനസ്സൊന്നും നമ്മൾ വിചാരിച്ച പോലെ അത്ര ക്ലാരിറ്റിയിലൊന്നുമല്ല, പെട്ടെന്ന് ദേഷ്യം വരികയോ പെട്ടെന്ന് ഒരു സുഖക്കുറവ് നമുക്കുണ്ട്. ഇതെല്ലാം ശരീരത്തിൻ്റെ അറിയിപ്പായിരുന്നു. ഊർജം കുറച്ചധികം നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. രാത്രി ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പകല് പണിയെടുക്കുമ്പോൾ ഉള്ള ഊർജ്ജ നഷ്ടം പോലെയല്ല, രാത്രി ഉറക്കം പോയി കഴിഞ്ഞാൽ വളരെ കൂടിയ എനർജിയാണ്, പ്രാണോർജ്ജമാണ് നഷ്ടപ്പെടുക. അത് പിറ്റേ ദിവസം നമുക്ക് ശരീരം കാണിച്ചു തരും ചെറിയ അസ്വസ്ഥതകളിലൂടെ. പക്ഷേ നമുക്ക് അസ്വസ്ഥതകൾ ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ശരീരം കാണിച്ചു തരുന്നതാണെന്നല്ല മനസ്സിലാക്കുക, ഈ അസ്വസ്ഥത എങ്ങനെയെങ്കിലും മാറ്റണം. ഇപ്പം എന്തെങ്കിലും മധുരം കഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊന്ന് ഉത്തേജിപ്പിക്കാൻ പാകത്തിന് നല്ല കാപ്പി കുടിച്ചു, ചായ കുടിച്ചു, അല്ലെങ്കിൽ 2 സിഗരറ്റ് വലിച്ചു, എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു അസ്വസ്ഥത, ക്ഷീണമുണ്ടല്ലോ, ആ ഒരു ഡള്ളായി ആ അവസ്ഥയെ മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുക. ഒരിക്കലും ശരീരം ഒരു അറിയിപ്പ് തരുന്നതാണ്, ഇന്നലെ കുറേ ഊർജ്ജം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കളയരുത്,
ഇന്ന് കൂടുതൽ റെസ്റ്റ് എടുത്ത് ആ നഷ്ടപ്പെട്ട ഊർജത്തെ തിരിച്ചു പിടിക്കണം, റീഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുന്നത്. ഇന്ന് കൂടുതൽ ക്ഷീണം ഉണ്ടെങ്കിൽ ഇന്ന് കൂടുതൽ സമയം നമ്മൾ റെസ്റ്റ് എടുത്തോളൂ. കാര്യമായിട്ടുള്ള വിഷയങ്ങളിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുമ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളൊരു കാര്യമില്ലേ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ പ്രവർത്തനം നിർത്തിവെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട എനർജിയെ ശരീരം റീഫില്ല് ചെയ്യും. അങ്ങനെ വലിയൊരു പവറുണ്ട് നമുക്ക്. ആ പ്രവർത്തനം നിർത്തിവെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചെയ്യണം. ബുദ്ധി കൊണ്ട് നമ്മൾ ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ശരീരത്തിൻ്റെ ബുദ്ധി പ്രയോഗിച്ചിട്ട് നമ്മളെ അങ്ങോട്ട് പിന്നാക്കം വലിക്കാൻ നോക്കും. ഇന്ന് ക്ഷീണിച്ചിരുന്നാൽ മതി, ഇന്ന് പണി ചെയ്യണ്ട, ഇന്നലെ കുറേ നേരം നിന്നു, അപ്പോഴോ പിറ്റേ ദിവസം കാലിന് മസിലിനൊക്കെ വേദനിപ്പിച്ച് ഇന്ന് ഇരുത്തുകയാണ്, ഇന്ന് നിൽക്കണ്ട എന്ന് ശരീരം പറയുന്നു. എന്നാൽ ഒരുപാട് ഇതൊക്കെ കഴിച്ചു. അപ്പം ഇന്ന് ശരീരം പറയുന്നു വയറിൻ്റെ ഗ്യാസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കഴിക്കണ്ട. കാരണം ഇന്നലത്തെ കഴിച്ചതൊന്നും ശരീരത്തിന് ഗുണകരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഒരുപാട് ഊർജം നഷ്ടപ്പെട്ടു പോയി, അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് കഴിക്കണ്ട, ഇന്ന് നിനക്ക് വിശപ്പില്ല, അല്ലെങ്കിൽ ഇന്ന് ഗ്യാസാണ്. ഏതെങ്കിലും തരത്തിൽ ശരീരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? അസ്വസ്ഥതകൾ ഉണ്ടാക്കി ഊർജത്തിൻ്റെ വിനിയോഗത്തെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. അതൊന്ന്. രണ്ടാമത്തത്, ഊർജത്തിൻ്റെ വിനിയോഗം നമ്മൾ ചിലവഴിക്കുന്നില്ലെങ്കിൽ റീഫില്ല് ചെയ്യാനായിട്ട് ശരീരം അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു. ഇതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ശരീരം ഈ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്. ഈ അസ്വസ്ഥതകളെ അപ്പോൾ നമ്മൾ രോഗമെന്നാണോ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ആരോഗ്യമെന്നാണോ? ഈ അസ്വസ്ഥതകൾ ശരീരം കാണിക്കുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് 2 ബിരിയാണിയോ 2.5 ബിരിയാണിയോ കഴിച്ചാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ അത് ആരോഗ്യമാണോ ആരോഗ്യക്കുറവാണോ? ആരോഗ്യക്കുറവാണ്. അല്ലെങ്കിൽ എത്ര പഴകിയ ആഹാരം കഴിച്ചാലും എൻ്റെ വയറിന് ഒരു കുഴപ്പമില്ല എന്ന ഒരാൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യമാണോ ആരോഗ്യക്കുറവാണോ? ആരോഗ്യക്കുറവാണ്. പക്ഷെ നമ്മൾ ഇതിനൊക്കെ ആരോഗ്യമായിട്ടാണ് കാണുന്നത്. ശരീരം ഒരസ്വസ്ഥതയും പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ, ശരീരം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഹെൽത്തിയാണ്. ഏതെങ്കിലും ഒരു പൊടി തട്ടുമ്പോഴേക്കും ഒരാൾ തുമ്മുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് ആരോഗ്യക്കുറവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആ പൊടി എന്ന് പറയുന്ന ഒരു ഫോറിൻ മാറ്ററിനെ പോലും അകത്തേക്ക് എടുക്കാൻ ശരീരം അനുവദിക്കുന്നില്ല. അപ്പം തന്നെ തുമ്മി അത് പുറത്തേക്ക് കളയുക. സാധാരണ നമ്മൾ പറയും, ഇപ്പോൾ ഒരു 60-65 വയസ്സുള്ള ഒരാൾ ആ പ്രായത്തിലും മൂക്കൊലിപ്പും ജലദോഷമൊക്കെ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ അയാൾ വളരെ ആരോഗ്യവാനാണ്, അയാൾക്ക് വലിയ രോഗങ്ങളൊന്നും വരില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അയാൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാണല്ലോ ഇപ്പോൾ തൊട്ടേനും പിടിച്ചേനൊക്കെ തുമ്മലും ജലദോഷവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുക. അതേ പ്രതികരണശേഷി ഈ പ്രായത്തിലും ഉണ്ടെങ്കിൽ അയാളിൽ അത്രയൊക്കെ രോഗങ്ങളേ ഉള്ളൂ. വേറെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയില്ല. കാരണം ഇപ്പോഴും ശരീരത്തിന് പ്രതികരിക്കാനുള്ളൊരു ശേഷി നിൽക്കുകയല്ലേ, കാണല്ലേ നമ്മൾ. പ്രതികരണശേഷിയെ മെച്ചപ്പെടുത്താനായിട്ടാണ് വാസ്തവത്തിൽ ശ്രമിക്കേണ്ടത്. പക്ഷേ പ്രതികരണശേഷികളൊന്നും തന്നെ സുഖകരമല്ല എന്നുള്ള സത്യവും മനസ്സിലാക്കുക. ഇവിടെ ശരീരത്തിനൊരു നിയമമുണ്ട്, ജീവനുള്ള സകലതും സ്വയം രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആത്മരക്ഷാപരമായിട്ടുള്ള ഒരു പ്രവണത എല്ലാ ശരീരകോശങ്ങളും എല്ലാ ജീവകോശങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു പ്രപഞ്ച നിയമമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ശരീരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ശരീരത്തിൽ ഒരു തെറ്റ് പറ്റുമെന്ന് വിചാരിക്കരുത്. കാരണം സ്വയം രക്ഷിക്കാൻ മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിന് ഏതെങ്കിലും വിധത്തിൽ ഒരു തെറ്റ് പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ കണ്ണിൽ, നമ്മുടെ അറിവിൽ കുറേയധികം എററുകൾ ഉണ്ടാവാം. ഇങ്ങനെ സംഭവിച്ചാൽ ഇത് തെറ്റ്, ഇങ്ങനെ സംഭവിച്ചാൽ ഇത് ചെയ്യും. അപ്പോൾ എനിക്ക് തലവേദനിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, ശരീരത്തിന് എന്തോ തെറ്റ് സംഭവിച്ചിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കണം, എന്നിട്ട് ആ വേദന മാറ്റണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല ശരി. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം തല വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്നിലും ഇടപെടരുത്, അവിടെ പോയി കിടന്നോളണം, അവിടെ റെസ്റ്റ് ചെയ്യണം. അത് വെള്ളം കുടിക്കാത്തതിൻ്റെ കുറവാണെങ്കിൽ വെള്ളം കുടിച്ച് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയണ്ടായി. അവിടെ ശരീരം തെറ്റ് ചെയ്യില്ല. തല വേദനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ, നമുക്കറിയാവുന്ന കാരണങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഒരുപാട് വെയിലത്ത് നടന്നുകൊണ്ടാണോ, ഒരുപാട് ഉറക്കം കുറഞ്ഞു പോയതുകൊണ്ടാണോ, ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഭക്ഷണം ധരിക്കലൊന്നും ശരിയായില്ല, ഗ്യാസും പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ടാണ്, എന്താണ് കാരണമെന്ന് നോക്കിയിട്ട് ആ കാരണത്തിന്, ഇപ്പോൾ വെള്ളം കുടിക്കാത്തതാണെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചിട്ട് അവിടെ പോയി റെസ്റ്റ് ചെയ്യുക. ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ചത് ശരിയായില്ല, അതുകൊണ്ടാണ് വൈകുന്നേരം തലവേദനയെങ്കിൽ ഇന്ന് രാത്രി കഴിക്കുന്നില്ല,
എന്ന് തീരുമാനിക്കുക. അല്ലാതെ ഉച്ചത്തെ ഭക്ഷണം കളയാനുള്ളൊരു വഴി നോക്കലല്ല. അത് ശരീരം എന്തായാലും അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടോളും. പക്ഷേ ഇന്ന് രാത്രിയിൽ ആ ഒരു ചികിത്സ ശരീരം നടത്താനായിട്ട് അനുവദിക്കുന്നു. ചികിത്സ നടത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തലവേദന. നമ്മളിപ്പോൾ എങ്ങനെ ഒരു ഉദാഹരണം പറയാം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി നടക്കുന്നു എന്നൊരു സമയത്ത്, നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു ലൈറ്റ് ഓൺ ചെയ്ത് വയ്ക്കും. അതൊരറിയിപ്പാണ്, ഇതെങ്ങോട്ടാരും ഇടിച്ചു കയറി വരരുത്, കാരണം ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ തരത്തിൽ നമ്മുടെ ശരീരം നൽകുന്ന അറിയിപ്പുകളാണ് ഇത്തരത്തിലുള്ള എല്ലാ ലക്ഷണങ്ങളും, അതായത് എല്ലാ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക അവിടെ എന്തോ ഒരു പ്രശ്ന പരിഹാരം നടക്കുന്നുണ്ട്. നമ്മളവിടെ മനസ്സിലാക്കുന്നത് പകുതി വഴിയേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നേ മനസ്സിലാകുന്നുള്ളൂ. അവിടെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം നടക്കുന്നുണ്ട്, അതിൻ്റെ അറിയിപ്പാണിത്. അതിൻ്റെ ഒരു എന്താണ്, ഇവിടേക്ക് ഇപ്പോൾ ആരും ഇപ്പോൾ കാൽമുട്ടിലാണ് ഒരു വേദന വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ കാൽമുട്ട് വെച്ചിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. കാരണം അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള പരിഹാരക്രിയ, റിപ്പയർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സർജിക്കൽ കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും സുഖമുള്ളതല്ല. പക്ഷേ അസ്വസ്ഥത ഒരുപാടുണ്ടാവാനുള്ള സാഹചര്യം ശരീരത്തിന് ഉണ്ടാക്കി നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലാണ് ശരീരത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മളെ അങ്ങോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശരീരം എങ്ങനെ ശ്രമിക്കുന്നുണ്ടാവുക? നമ്മൾ അധികമായിട്ട് അധ്വാനം ചെയ്യുന്നു, അധികമായിട്ട് ഉറക്കം കളയുന്നു, അധികമായിട്ട് സ്റ്റിമുലൻസ് ഉപയോഗിക്കുന്നു, ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ ഉപയോഗിക്കുന്നു, പിന്നെ അധികമായിട്ടുള്ള ടെൻഷനിലൂടെ കടന്നു പോകുന്നു, ഒട്ടും ഹെൽത്തി അല്ലാത്ത ആഹാര രീതി പിന്തുടരുന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ കായികമായിട്ട് ഒരുപാട് അധ്വാനം ചെയ്യുന്നു. ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ടത് അല്ലെങ്കിൽ അധ്വാനിക്കേണ്ടത് ആരായിരിക്കും? നമ്മുടെ ഹൃദയം. നമ്മളൊന്ന് ഭയപ്പെട്ടാൽ പോലും ഹൃദയമിടിപ്പ് കൂടൂലേ? ഒരു 2 സ്റ്റെപ്പ് ഒന്ന് സ്പീഡിൽ നടന്നാൽ പോലും ഹൃദയമിടിപ്പ് കൂടൂലേ? അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലഗാനുമില്ലാതെ നമ്മൾ എത്ര വേണമെങ്കിലും ടെൻഷൻ അടിച്ചോളും, എത്ര വേണമെങ്കിലും ഉറങ്ങാതിരുന്നോളും, എത്ര വേണമെങ്കിലും അധ്വാനിച്ചോളും, ശരീരം തോരം ക്ഷീണിച്ചു എന്ന് പറഞ്ഞാലും ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം എന്നതാണ് നമ്മുടെ എല്ലാ കാലത്തെ എല്ലാ മനുഷ്യരുടെയും ഒരു രീതി. അതും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് റെസ്റ്റ് ചെയ്തുകൂടി. ഈ ഒരു വിധേന എല്ലാ കാലത്തുമാണ് പോകുന്നത്, ഒരു ദിവസമോ 2 ദിവസമോ അല്ലല്ലോ. അപ്പോൾ കാലം കൊണ്ട് എന്ത് സംഭവിക്കും? ശരീരത്തിന് മനസ്സിലാവുകയാണ്, ഹൃദയത്തിന് മനസ്സിലാവുകയാണ്, ഇവൻ ബുദ്ധി ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ ശരീരം രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരീരം എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളെ അങ്ങോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതെങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുക? എന്തിനാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം, എന്നാലേ ഹൃദയത്തിന് ഇനിയും ദീർഘകാലം നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ അധ്വാനിപ്പിച്ച് കഴിഞ്ഞാൽ ഹൃദയം അവിടെ തകർന്നു നിന്നു പോവും, ഇനി പണിയെടുക്കാൻ വയ്യ, അവസാനിച്ചു എന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ ജീവൻ നിലനിർത്തുക, ഏത് വിധേനയും ആരോഗ്യത്തോടെ ആയുസ് നിലനിർത്തുക എന്ന് പറയുന്നത് ഓരോ ജീവഗണത്തിൻ്റെയും ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമാണ്. ആത്മരക്ഷ നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലും ആരോഗ്യം നശിക്കാനോ ആയുസ് നശിക്കാനോ ജീവനുള്ള ഒരു ശരീരകോശവും അനുവദിക്കില്ല. അപ്പോൾ അവിടെ ശരീരം സ്വരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? അവിടെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തും. ആ റെസ്ട്രിക്ഷൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും? ഇപ്പോൾ രാത്രി ഒരുപാട് നേരം ഉറങ്ങാതിരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വരും. കാരണം ലേറ്റ് ആവും തോറും ഇത്തിരി നെഞ്ചിടിപ്പൊക്കെ കൂടി തുടങ്ങി, അല്ലെ BP-യിലൊക്കെ വേരിയേഷനൊക്കെ വന്നു തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ലേറ്റ് ആവാൻ ഇനി ഈ ശരീരം കൊണ്ട് നിനക്ക് സാധിക്കില്ല എന്ന് ശരീരം നിയമം വിധിക്കുന്നു. പിന്നെ അധികമായിട്ട് ജോലി ചെയ്യുമ്പോൾ, നമുക്ക് കഴിയാവുന്ന അധ്വാനത്തേക്കാൾ കൂടുതലാവുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി അധികം സ്പീഡിൽ നടക്കുമ്പോൾ, അധികമായിട്ട് ഭാരമെടുക്കുമ്പോൾ എല്ലാം ആ ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യും? നെഞ്ചിടിപ്പ് കൂട്ടി, നെഞ്ചത്തൊരു കനം വരുത്തി, ക്ഷീണം വരുത്തി, പെട്ടെന്ന് തളർച്ച വരുത്തി, കിതപ്പ് വരുത്തി നമ്മളതിൽ നിന്നും പിൻവലിപ്പിക്കും. ഇതേ രീതിയിൽ ഏതൊക്കെ വിധേന ഹൃദയത്തിന് പ്രതികൂലമായിട്ടുള്ള ജീവിത രീതികൾ നമ്മളിൽ നിന്നുണ്ടാകുന്നുണ്ടോ ഇതെല്ലാം കണ്ടെത്തി ഹൃദയം ബ്ലോക്ക് ചെയ്യും. എല്ലാ പ്രവർത്തികളിൽ നിന്നും ഹൃദയം ബ്ലോക്ക് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗമല്ല, മറിച്ച് ഹൃദയത്തിനെ രോഗിയാക്കാതിരിക്കാനുള്ള ഹൃദയത്തിൻ്റെ ശ്രമമാണ്. പക്ഷെ നമ്മൾ ഇതിനെ കൊണ്ടെല്ലാം ഹൃദയം രോഗിയായെന്ന് മാത്രമേ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ BP-ക്കുള്ള മരുന്ന് കഴിക്കും, കിതപ്പിനുള്ള മരുന്ന് കഴിക്കും, എന്തൊക്കെയാണോ തളർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ മുട്ടുവേദനിപ്പിക്കും, സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള വൈദ്യം എന്താ? ഒന്നുകിൽ നടുവേദനിപ്പിക്കുക, കാൽമുട്ട് വേദനിപ്പിക്കുക. അപ്പോൾ നടത്തത്തിൻ്റെ സ്പീഡ്, വേഗത നമ്മളുടെ കുറഞ്ഞു. എല്ലാ വിധേനയും നമ്മളിൽ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് ശരീരത്തെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ജീവനെ സംരക്ഷിക്കാനാണ് വാസ്തവത്തിൽ ശരീരം ശ്രമിച്ചത്. പക്ഷേ നമ്മൾ ഇതിനെല്ലാം
ഓരോ ലക്ഷണത്തിനനുസരിച്ചിട്ട് ഓരോ രോഗം എന്ന തരത്തിൽ മാത്രം വിധി എഴുതി, രോഗങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളാണ്. അങ്ങനെയാണ് മനസ്സിലുള്ളതല്ല. രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വാസ്തവത്തിൽ അറിയുന്നത് എല്ലാം രോഗലക്ഷണങ്ങളാണ്. ഒരു രോഗത്തെ പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ലക്ഷണങ്ങളെ മാത്രം വെച്ചുകൊണ്ടാണ് ഇത് ഇന്ന രോഗം, ഒരു രോഗത്തിന് ഒരു പേരിട്ടു, അടുത്ത രോഗത്തിന് ഒരു പേരിട്ടു, ഇത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇത് റുമാറ്റിക് ഫീവർ. ഇങ്ങനെ ഓരോ പേരുകൾ നമ്മളിട്ട് വയ്ക്കുന്നത് ലക്ഷണങ്ങളെ നോക്കിയിട്ടാണ്. ഈ ലക്ഷണത്തിന് കാരണമുണ്ട്, ആ കാരണത്തിൻ്റെ പിന്നിൽ മറ്റ് കാരണങ്ങളുണ്ട്, അതിൻ്റെ പുറകിൽ വീണ്ടും അതിന് കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളിലേക്കെല്ലാം പോയിട്ടല്ല, ലക്ഷണങ്ങളെ മാത്രം കണ്ടുകൊണ്ട് നമ്മളൊരു പേരിടുന്നു. എന്നിട്ട് അതാണ് എൻ്റെ രോഗം എന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ അതിനുള്ള മരുന്ന് ചികിത്സയോ എന്ത് ചികിത്സയാണെന്ന് വെച്ചാൽ ആരംഭിക്കുന്നു. വാസ്തവത്തിൽ അവിടെ നടന്നുകൊണ്ടിരുന്നത് ശരീരത്തിൻ്റെ സ്വയം രക്ഷപ്പെടാനുള്ള വഴികളായിരുന്നു. ആ വഴികളെല്ലാം നമ്മൾ അടയ്ക്കും. എന്നിട്ട് നമ്മൾ എല്ലാ കാലത്തും ഈ ഒരു രോഗിയാണെന്നുള്ളൊരു പട്ടം ചാർത്തിക്കൊണ്ട് നമ്മളങ്ങനെ മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ ഇതര ചികിത്സകൾ എന്തെങ്കിലും ചെയ്തോ, എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കും. മറിച്ച് നമ്മൾ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു? ഏതോ വിധേന എൻ്റെ ശരീരത്തിൽ നിന്നും, ഇപ്പോൾ ഒരു ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഒരാൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ, ഈ ദഹനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയോ വളരെ കൂടിയ ഊർജ നഷ്ടത്തിന് ഇട വന്നിട്ടുണ്ട്. ആ ഇട വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന്, അതായത് ഇടവരാൻ കാരണമായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്നുള്ളത് വെറുതെ നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു കൊണ്ട് നോക്കുക. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചൊക്കെ പോയിട്ടുണ്ടായിരിക്കുക. അത് നമ്മൾ കുറേ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നു. അപ്പോൾ കുറേ നാളത്തെ ചിലപ്പോൾ ആൽക്കഹോളിൻ്റെ ഉപയോഗമാവാം, കുറേ നാളത്തെ മധുരത്തിൻ്റെ ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാപ്പിയുടെയും ചായയുടെയും ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ വളരെ ലേറ്റായിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നു, അങ്ങനെ ഒരു ശീലം കൊണ്ടാവാം, അല്ലെങ്കിൽ ഒട്ടും ഫൈബർ ഇല്ലാത്ത ഈ മൈദയും വെള്ളച്ചോറും ഒക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമാവാം, വറവും പൊരിച്ചതും അമിതമായി കഴിച്ചതുകൊണ്ടാവാം, മാനസികമായിട്ടുള്ള അമിതമായിട്ടുള്ള പിരിമുറുക്കം കൊണ്ടാവും. ഇങ്ങനെ ഒരു 100,000 കാരണങ്ങൾ നമുക്ക് കിട്ടും. ഈ കാരണങ്ങളിൽ സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ കാരണങ്ങൾ എന്നുള്ളതൊക്കെ പെറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ എന്നിട്ട് പതുക്കെ അതിലത്തെ ഇപ്പോൾ പരിഹരിക്കാൻ പറ്റുന്നത് എന്തൊക്കെ എന്നുള്ളത് നോക്കണം. കാരണം പഴയതൊന്നും ഇനി നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് തുടർന്ന് പരിഹരിച്ച് പോകാൻ പറ്റുന്നത് എന്തൊക്കെയെന്നുള്ളത് പതുക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ഇപ്പോഴത്തെ ഒരു ആഹാര രീതി അത് നമുക്ക് ക്രമീകരിക്കാൻ പറ്റുന്നതാണ്. ശരീരത്തിന് എളുപ്പം ദഹിപ്പിക്കാൻ പറ്റുന്നതും, ഏറ്റവും എളുപ്പത്തിൽ പോഷണത്തെ ആഗിരണം ചെയ്യാൻ പറ്റുന്നതും, ഏറ്റവും കൂടുതൽ പോഷണമുള്ളതും ഒക്കെ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ചേരുവകൾ ചേരുംപടി ചേർത്തുകൊണ്ടുള്ള ഒരു ആഹാര രീതി. അപ്പോൾ അത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് പരമാവധി അധ്വാനം കുറയ്ക്കുന്നു, ജോലിഭാരം കുറയ്ക്കുകയാണ് ചെയ്തത്. അല്ലാതെ നമ്മളിത് കൊടുക്കുന്ന ഒരു പ്രത്യേക ഫുഡ് കോമ്പിനേഷൻ ജീവനത്തിൽ നിന്ന് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു രോഗചികിത്സയൊന്നുമല്ല. നമ്മുടെ ശരീരത്തിന് എളുപ്പം പോഷണം കിട്ടാൻ, എളുപ്പം ദഹിപ്പിക്കാൻ ഈ വിധം ചേരുവ ചേർത്ത് കഴിച്ചാൽ നല്ലതാണ്. അത്രമാത്രം അധ്വാനം കുറച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ. മറ്റേതാകുമ്പോൾ അധ്വാനം കൂടുന്നു, അപ്പോൾ കൂടുതൽ ഊർജ്ജനഷ്ടം വീണ്ടും വരുന്നു. അപ്പം അതില്ലാതെ പോഷണം കിട്ടുകയും വേണം, ഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ പോഷണം കിട്ടുകയും വേണം, ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുകയും വേണം. അതിനാണ് ഈ ചേരുവ. അപ്പോൾ അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് കൃത്യത വരുത്തിക്കൊണ്ട് വയറിന്, ദഹനേന്ദ്രിയ വ്യൂഹത്തിന് അങ്ങനെ ഒരു എളുപ്പം നമ്മൾ കൊടുത്തു. പിന്നെ ചവച്ചരയ്ക്കുന്ന ശീലം ഇല്ല എന്നുള്ളതായിരുന്നു വയറിൻ്റെ പ്രശ്നത്തിൻ്റെ വേറൊരു പ്രധാന കാരണമെങ്കിൽ നല്ലോണം ചവച്ചരയ്ക്കാനായിട്ട് ആരംഭിക്കുന്നു. ഒരു ഉരുള ചോറ് 32 തവണ ചവയ്ക്കണം എന്നാണ് പറയുന്നത്. കാരണം വായിൽ വെച്ചിട്ട് അതിൻ്റെ 60% അന്നജത്തിൻ്റെ ദഹനം നടക്കുന്നു, ഉമിനീരുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഒരു ദഹനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ വായിൽ വെച്ച് തന്നെ ഈ ഒരു ചവയ്ക്കൽ നടക്കണം. ഉമിനീരുമായിട്ടുള്ള ആ ദഹനം നടക്കൽ മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ കൃത്യമായിട്ടുള്ള സിഗ്നലുകൾ, ഇത് ഇന്നൊരു ആഹാരം വരുന്നു, ഇത്ര അളവ് ഇന്ന ദഹനരസം വേണം എന്നുള്ള സിഗ്നലൊക്കെ കൃത്യമായിട്ട് ബ്രെയിൻ ഓരോ അവയവങ്ങൾക്കും നൽകണമെങ്കിൽ ചവയ്ക്കണം. ഓരോ പല്ലുകൾ കൂടി അമരണം. ഓരോ തവണ പല്ലുകൾ കൂടി അമരുമ്പോഴും ഉമിനീരിങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യത്തെ ദഹനരസം വായിലാണ് ഉണ്ടാവുന്നത്, അടുത്തതാണ് അകത്തേക്ക് കൊടുക്കുന്നത്. അന്നജം വരുന്നുണ്ട്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഇത്ര അളവ് വരുന്നുണ്ട്, അപ്പോൾ അതിനെ ദഹിപ്പിക്കാൻ ഇത്ര അളവ് ഇന്ന ദഹനരസം വേണം എന്ന് ഓരോ അവയവങ്ങൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദഹനരസങ്ങൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ചവച്ചരയ്ക്കൽ പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ നല്ലവണ്ണം ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കാനായിട്ട് തുടങ്ങുന്നു. ഓരോ ഉരുള ചോറിൻ്റെ ഒപ്പവും നിറയെ വെള്ളം കുടിച്ചിരുന്ന ഒരാളാണെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെള്ളം കുടിക്കൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വല്ലാത്ത കടുത്ത മസാലകളൊക്കെ ആഹാരത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. വല്ലാത്ത എരിവ്, വല്ലാത്ത പുളി, വല്ലാത്ത ഉപ്പ്, വല്ലാത്ത എണ്ണയുടെ അതിപ്രസരം, ഇതൊക്കെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി കൂട്ടും. അത് ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷണത്തോടൊപ്പമുള്ള വെള്ളം കുടി
നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നു, അങ്ങനെ അത് ഒഴിവാക്കി കൊണ്ടുവരുന്നു. ഇതേ രീതിയിൽ ഓരോ കാര്യവും ഏത് വിധത്തിൽ തെറ്റായിട്ട് ഞാൻ പ്രയോഗിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടായതെന്ന് കണ്ടെത്തി അതിൽ ഓരോന്നോരോന്നായിട്ട് ഇന്ന് പരിഹരിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പരിഹരിച്ച് മുന്നോട്ട് പോവുക. പണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, പണ്ടുണ്ടായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങൾ, അത് നമുക്ക് അതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിലുള്ള ചികിത്സ നടത്തുമ്പോൾ സംഭവിക്കുന്നതാണ്. അതല്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഈ വിധം സ്വന്തം ശരീരത്തെ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴേക്കും, ഇപ്പം നേരത്തെ പറഞ്ഞത് ശവയ്ക്കലിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് അതാണ്. ഭക്ഷണം എപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നം പറയുന്ന ഒരാൾ, അയാൾ ചവച്ചരയ്ക്കുക എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ദഹനം നോർമലാവുന്നത് കാണാം. കാരണം അതേ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് പ്രശ്നമെന്നറിയാത്തതുകൊണ്ട്, രോഗകാരണം അറിയാത്തതുകൊണ്ട്, ബുദ്ധിമുട്ടിൻ്റെ കാരണം അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ജലൂസിലും പിന്നെ എന്നിട്ടാണ് ഡയജിനും അല്ലെങ്കിൽ ആൻറ്റാസിഡുകളും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ അസുഖങ്ങളോ കാരണം ഇതെങ്ങനെയെങ്കിലും ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും മാറണ്ടേ, അതിനു വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് ഡയറക്റ്റ് പോകലല്ല നമുക്ക് വേണ്ടത്. കാരണം എന്ത് സൊല്യൂഷൻ ആർക്കാ നൽകാൻ പറ്റാത്തത്? ഇപ്പോൾ നമുക്ക് കാരണം അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ താൽക്കാലികമായിരിക്കും. ഇന്നത്തേക്ക് ഈ സൊല്യൂഷൻ, നാളത്തേക്കോ അതറിഞ്ഞുകൂടാ. നാളെ വേറെ സൊല്യൂഷൻ തരാം. അങ്ങനെയായിട്ട് ഒരു ഗുണമില്ലല്ലോ. ഒരു പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ പരിഹരിച്ചു എന്ന് തന്നെ ആവണ്ടേ. ഇന്നത്തേക്ക് പരിഹരിച്ചു എന്നുള്ള അവസ്ഥയിൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നിത്യരോഗി, അതാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള കാരണത്തെ കണ്ടെത്താൻ നമുക്ക് വഴികളുണ്ട്. നമ്മുടെ ലൈഫിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വൈദ്യൻ്റെ കയ്യിൽ മാത്രമുള്ളതല്ല. വൈദ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ മാർഗം കാണിച്ചു തരുന്ന ആളുകൾ മാത്രമാണ്. ആരോഗ്യ പരിരക്ഷ നടത്തേണ്ടത് എല്ലാം സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് പഠിക്കുക, സ്വന്തം ശരീരത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെയാണ് ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. അതുപോലെയുള്ള ഈ ആരോഗ്യ പരിരക്ഷ നടത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, ഒരു ജീവിതശൈലിയിൽ എന്ത് തരത്തിലുള്ള ക്രമീകരണമാണ് ഞാൻ വരുത്തേണ്ടത് എന്നുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഊർജം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഊർജം റീഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മളെ നിലനിർത്തുന്ന ഈ ഒരു പ്രക്രിയ ശരീരം തനിയെ നടത്തിക്കോളും. അവിടെ രോഗത്തിനുള്ള സാധ്യതകളില്ല. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്ന സകലതും ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. രാവിലെ യോഗ ചെയ്യുന്നു, പ്രാണായാമം ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഇനി മസാജ് ചെയ്യുന്നു, ഹെൽത്തി ആയിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുന്നു, വളരെയധികം സന്തോഷം മനസ്സിനുണ്ടാക്കുന്ന രീതിയിലുള്ള കളികളിൽ ഏർപ്പെടുന്നു. ഇതെല്ലാം വാസ്തവത്തിൽ എന്തിനു വേണ്ടിയാണ്? ശരീരത്തിൽ നിന്ന് ഒരു തരത്തിലും ഊർജം നഷ്ടപ്പെടുന്നില്ല. എല്ലാ വഴിയിലൂടെ ഊർജം ഉള്ളിൽ നിറയാനായിട്ടുള്ള കുറേ സാഹചര്യങ്ങൾ പല കാര്യങ്ങളിലൂടെ നമ്മളൊന്ന് ഒരുക്കി കൊടുക്കുന്നു. ഇനി ഇതൊന്നുമില്ലെങ്കിലും ഈ ഊർജം റീഫിൽ ചെയ്യുക എന്ന് പറയുന്നത് നടക്കും. കംപ്ലീറ്റ് റെസ്റ്റിൽ, ഫാസ്റ്റിംഗ് പോലെയുള്ളത് ചെയ്യുന്നില്ലേ, അവിടെ വാസ്തവത്തിൽ ഉപവാസം എന്ന് പറയുന്നത് റെസ്റ്റിൻ്റെ വളരെ ആഴം കൂടിയ ഒരവസ്ഥയാണ്. പ്രവൃത്തി ചെയ്യുമ്പോൾ ഊർജം നഷ്ടപ്പെടുന്നു, പ്രവർത്തനം നിർത്തിവെച്ചാൽ ഊർജം വീണ്ടും റീഫിൽ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന തത്വം ഏറ്റവും അധികം പ്രാവർത്തികമാവുന്നത് ഈ ഫാസ്റ്റിങ്ങിലാണ്. അപ്പോൾ ഫാസ്റ്റിങ്ങിൽ വേറൊരു ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കുറേ നാളുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടും ശരിയാവാത്ത പല പ്രശ്നങ്ങളും ഫാസ്റ്റിങ്ങിലൂടെ എളുപ്പം പരിഹരിക്കപ്പെടുന്നത് കാരണം അവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഒരു ഇടപെടൽ അവിടെ വരികയാണ്. ശരീരത്തിൻ്റെ ബുദ്ധി 100% ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ അനുവദിച്ചിരിക്കുന്നു. മറ്റേ നമ്മളുടെ ബ്ലോക്കുകളുണ്ട്. ഇതിന് നേരത്തെ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ശരീരത്തിന് സ്വയം ചികിത്സിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തു കൊടുക്കേണ്ടത്? നമ്മളൊന്നും ചെയ്തു കൊടുക്കണ്ടല്ലോ. ശരീരമാണ് ചികിത്സിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തൊക്കെ കാരണം കൊണ്ട് ഈ ചികിത്സ നടക്കാതിരിക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ തടസ്സം ചെയ്യുന്നുണ്ടോ ആ തടസ്സങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം. എന്താണ് ആ തടസ്സം? ആ തടസ്സമാണ് നമ്മുടെ ബുദ്ധി. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ആർജിത വിജ്ഞാനം, കുറേ കാര്യങ്ങൾ നമ്മൾ പുസ്തകത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നൊക്കെ പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കണം, ശരീരത്തിന് സ്വന്തമായിട്ട് ചികിത്സ നടപ്പിലാക്കണമെങ്കിൽ. അല്ലാത്ത പക്ഷേ എന്ത് സംഭവിക്കും? ഒരു തലവേദന വരുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചത് തെറ്റാണ്, അത് മാറ്റേണ്ടതാണ്, നമ്മുടെ ബുദ്ധി വെച്ചിട്ട് മാറ്റേണ്ടതാണ്. ശരീരം അവിടെ വെറുതെ ശരീരത്തിനൊരു മണ്ടത്തരം പറ്റില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ ബുദ്ധിയെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കണം.
ഏത് വിധേനയും ശരീരത്തിൻ്റെ സ്വയം ചികിത്സ നടപ്പിലാക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. കാരണം ശരീരത്തിന് സ്വയം ചികിത്സിക്കാനായിട്ടുള്ള 100% ശേഷി അതിനകത്തുള്ളടങ്ങിയിരിക്കുന്നു. പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന ആ പ്രകൃതി എന്ന് പറയുന്ന പദം ഈ ചികിത്സകൻ്റേതാണ്. ആ ചികിത്സകനാണ് നമ്മെ ചികിത്സിക്കുന്നത്, പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത്, പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്, ശരീരത്തെ വളരാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വിടുന്നത്, എന്താണ് പരിസ്ഥിതിയുമായിട്ട് കൂടിച്ചേർന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ സകലതിനുമുള്ള ബുദ്ധി നമ്മുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിച്ചുകൊള്ളും. ആ ബുദ്ധിയെ നമ്മൾ തടയരുത്, അല്ലെങ്കിൽ ആ ബുദ്ധിയെ ചോദ്യം ചെയ്യാൻ നമ്മൾ പോകരുത്. കാരണം ഈ ശരീരം എപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരടിസ്ഥാന ബോധ്യവുമില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ പ്രശ്നങ്ങൾ ശരീരം പരിഹരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളിൽ ഇടപെടാതിരിക്കുക. മറിച്ച് എന്ത് ചെയ്യണം? ആ അസ്വസ്ഥത മാറ്റാനായിട്ടുള്ള എന്ന വ്യാജേന ഒരു തരത്തിലും അതിനെ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ പലപ്പോഴും ഇപ്പോൾ തലവേദന മാറ്റുന്നു എന്ന് പറയുന്നത് അവിടെ ഒരു ചികിത്സയെ ബ്ലോക്ക് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ഇത് ഒരു എക്സ്ട്രീം പെയിൻ വരുമ്പോൾ അപ്പോൾ ഞാനത് സഹിക്കണമെന്നാണോ പറയുന്നത്? എന്നല്ല. ആ പെയിൻ സഹിക്കണം എന്നല്ല, ഒരു എക്സ്ട്രീം പെയിൻ വരാതിരിക്കട്ടെ. ഒരു ചാടിക്കയറി പെട്ടെന്ന് തന്നെ ഒരു മാരക രോഗത്തിലേക്കൊന്നും ഒരു മനുഷ്യനും കയറില്ല. എത്രയോ കാലം ശരീരം ഇങ്ങനെ ഓരോ അറിയിപ്പുകൾ തന്നുകൊണ്ടേയിരിക്കും. അത് വളരെ നിസ്സാരമായിട്ടുള്ള ലക്ഷണങ്ങളാക്കിയിട്ടായിരിക്കും, അസ്വസ്ഥതകളായിരിക്കും. വേദന വരുത്തി, ക്ഷീണം വരുത്തി, ഉറക്കം ഡിസ്റ്റർബ്ഡാക്കി, വയറിന് സുഖമില്ലാതെയാക്കി, അങ്ങനെ പല 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 ലക്ഷണങ്ങളിലൂടെ എത്രയോ വർഷങ്ങൾ ശരീരം നമുക്കിങ്ങനെ അറിയിപ്പ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കൂ, ഒന്ന് ബ്രേക്ക് എടുക്കൂ, ഒന്ന് റെസ്റ്റ് ചെയ്യൂ, ഇപ്പം എനിക്ക് വയ്യ, ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം എന്നൊക്കെ ശരീരം നമ്മളുടെ അടുത്ത് പല പല ലക്ഷണങ്ങളിലൂടെ ദീർഘകാലം ഒരു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ചെറിയ ലക്ഷണങ്ങളെ ഒന്നും വിഷയമായിട്ട് എടുക്കുന്നില്ല എന്ന അവസ്ഥയിൽ മാത്രമേ കാലങ്ങൾ കൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുള്ളൂ. വലിയ പ്രശ്നങ്ങളുടെ അങ്ങേയറ്റെത്തിയവരോടെയല്ല ഞാനിതൊക്കെ പറയുന്നത്, ഇനി ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളവരോടാണ്. അതായത് നമുക്ക് സ്വയം ഒരു ബോധ്യം ഉണ്ടാവണം, എൻ്റെ ഉള്ളിൽ ഒരു ഊർജ്ജമുണ്ട്, പ്രാണോർജ്ജമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് ബോധ്യമുള്ള എല്ലാവരും ഇന്ന് പറഞ്ഞ തത്വം, പ്രകൃതി ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ഉള്ളിൽ കരുതുക. ശരീരത്തിന് തെറ്റുപറ്റില്ല, അവിടെ തെറ്റില്ല എന്നുള്ള ഒരു സത്യവും മനസ്സിൽ ഉറപ്പിക്കുക. ഇതാണ് ഇന്നത്തെ പഠനം.